ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ കുമ്പക്കുടിയാണ്. കുമ്പക്കുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ സുധാകരൻ, KPCC പ്രസിഡന്റ്. ഏതാണ്ട് കസേര തെറിക്കും എന്ന ഘട്ടത്തിൽ അങ്ങനെ എത്തി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു, കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റുക. ആ തീരുമാനമെല്ലാം എടുത്ത് എപ്പം നടപ്പാക്കണം, വിതിൻ 24 hours അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ എന്നൊക്കെ വന്ന് എത്തി നിൽക്കുമ്പോഴാണ് രക്ഷകനായിട്ട് ഇന്ത്യൻ ആക്രമണം പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിലേക്ക് നടക്കുമ്പോൾ അപ്പം കുമ്പക്കുടി രക്ഷപ്പെട്ടു. നോക്കണം, ഓരോരുത്തരുടെ ഭാഗ്യം നോക്കണം. അപ്പം എന്തായി സംഭവം? ആന്റണിയെ കൊണ്ടുവരാൻ റോബർട്ട് വദ്ര, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി കുടുംബം ശ്രമിക്കുന്നു, തീരുമാനമെടുക്കുന്നു. ആന്റണി ഓൾമോസ്റ്റ് അടുത്ത KPCC പ്രസിഡന്റ് ആവുമെന്ന് തീരുമാനങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ ആക്കിയാൽ മാത്രമേ കോൺഗ്രസ് കേരളത്തിൽ രക്ഷപ്പെടൂ എന്നുള്ള തിയറിയാണല്ലോ ഇപ്പൊ കോൺഗ്രസിനുള്ളത്, ഹൈക്കമാൻഡിന്. ഇതെല്ലാം തീരുമാനം എടുത്ത് വന്നപ്പോഴും ഒരു ശകുനപ്പിഴ വന്നിരിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ തൽക്കാലം മാറ്റണ്ട, അവിടെ നിൽക്കട്ടെ തീരുമാനം. അത് ഫ്രീസറിൽ വെച്ചു. കുമ്പക്കുടിക്ക് കെ സുധാകരന് ആയുസ് നീട്ടിക്കിട്ടി KPCC പ്രസിഡന്റായിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു കാവ്യനീതിയാണ്. ഒരു നേതാവിനെ മാന്യമായിട്ട് ആ പദവിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേറൊരാളെ കൊണ്ടുവെക്കുന്നതാണ് മര്യാദ, രാഷ്ട്രീയത്തിലെ മര്യാദ എന്ന് പറയുന്നത്. അത് കെ സുധാകരനോട് ഹൈക്കമാൻഡ് കാണിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും നിരാശൻ വേറൊരു വ്യക്തിയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ. ആകെ ചീറ്റിപ്പോയല്ലോ, എന്തൊക്കെ മോഹങ്ങളായിരുന്നു. നാളെ കെ സുധാകരൻ പടിയിറങ്ങും, എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അതാരാണ്? അത് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. ഈ സംഭവത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ആക്രമിച്ചതിൽ ഏറ്റവും നിരാശപ്പെടുന്ന ഒരാൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് VD സതീശനായിരിക്കും. ഏറ്റവും നിരാശപ്പെടുന്ന ഒരാൾ. എന്തുകൊണ്ടാണ്? കിട്ടിയ ഒരു ചാൻസ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണ അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്ത് സംഭവിക്കും? അപ്പൊ തൽക്കാലം കുമ്പക്കുടി തുടരും എന്നതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് കേൾക്കുന്നത്. കുമ്പക്കുടിയെ ഇറക്കി വിടും, ആന്റണി വരുന്നു എന്ന് പറഞ്ഞ് ചില മാപ്രകളും ചില അന്തിച്ചർച്ചയിൽ വന്നിരിക്കുന്ന ചില എക്സ്പേർട്ടുകൾ, സബ്ജക്റ്റ് എക്സ്പേർട്ടുകളൊക്കെ പറയാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെ പോയി? മാളത്തിൽ ഒളിച്ചോ? ഒറ്റയടിക്ക് സാധനങ്ങളെല്ലാം മാറിയില്ലേ? അതാണ് കാവ്യനീതി എന്ന് പറഞ്ഞൊരു കാര്യം. നമ്മൾ വിചാരിക്കും ഇപ്പൊ സംഭവിക്കുക, ഇപ്പൊ കഴിഞ്ഞു. പക്ഷേ അവസാന നിമിഷം ഒരു ജീവശ്വാസം വന്നിട്ട് അതെല്ലാം മാറിപ്പോകുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് കുമ്പക്കുടിയെ വീണ്ടും ആയുസ് നീട്ടിക്കൊടുത്തിട്ട് KPCC പ്രസിഡന്റായിട്ട് തുടരാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടി വന്നത്. നാളെ തീരുമാനം മാറ്റാം. ഇപ്പം യുദ്ധഭീതിയൊക്കെ ഉണ്ടല്ലോ രാജ്യത്ത് എന്നാണല്ലോ ഇപ്പം പറഞ്ഞു വരുന്നത് വാർത്തകളിൽ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എസ്കലേറ്റ് ചെയ്യുന്നു, ആ വാക്കാണ്. അതായത് മൂർച്ഛിക്കുന്നു. മലയാളത്തിൽ എസ്കലേറ്റ് എന്ന് പറഞ്ഞാൽ മൂർച്ഛിക്കുക എന്നൊക്കെ പറയാം. ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുന്നു, യുദ്ധം വരുമോ ഇല്ലയോ എന്നൊക്കെയാണ് ഇപ്പം ചർച്ചകൾ. ഈ ചർച്ചകൾ കുറേ ദിവസം ഇങ്ങനെ പോയി കഴിയുമ്പോൾ കുമ്പക്കുടി രക്ഷപ്പെട്ടു, കെ സുധാകരൻ രക്ഷപ്പെട്ടു, VD സതീശൻ ബാക്കി ഞങ്ങൾ പൂരിപ്പിക്കുന്നില്ല. ഇതാണ് VD സതീശന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. ഇതാണ് ഇദ്ദേഹം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരാജിതനായ പ്രതിപക്ഷ നേതാവായിട്ട് രേഖപ്പെടുത്തുക VD സതീശനെ ആയിരിക്കും. ഏറ്റവും പരാജിതനായ പ്രതിപക്ഷ നേതാവ്, അതായത് എത്രയോ പേരിരുന്ന ആ കസേരയിൽ ഇരുന്നിട്ട് ഏറ്റവും പരാജയപ്പെട്ട കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇതുകൊണ്ടൊക്കെ കൊണ്ട് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ.